സൈക്ലേഴ്സ് ഗ്രൂപ്പ് തൃശ്ശൂരിന്റെ കൂടെയാണുള്ളത്. എന്തൊക്കെയാണ് സൈക്ലേഴ്സ് തൃശ്ശൂരിന്റെ ആക്ടിവിറ്റീസ്? കോവിഡിന്റെ നിയന്ത്രണങ്ങളൊക്കെ മാറിയപ്പോൾ തൃശ്ശൂർ തെക്കേ ഗോപനാടയിൽ സ്ഥിരം വന്ന് ചേർന്ന കുറെ സൈക്ലിസ്റ്റുകൾ കൂടി ചേർന്നിട്ട് ഒരു ക്ലബ്ബായി മാറിയതാണ് സൈക്ലിസ്റ്റ്. അങ്ങനെ കൂടിയതാണ്. ഡെയിലി റൈഡിംഗ് ആണ് ഇതിലെ കൂടുതൽ നമുക്ക് പറയാറുള്ളത്. ഓരോരുത്തരും ഒരേ പല ഭാഗത്തുനിന്നും റൈഡ് ചെയ്ത് വന്ന് ലാസ്റ്റ് നമ്മൾ തെക്കേ ഗോപനാടയിൽ ഒരു 6:45 അല്ലെങ്കിൽ 7 മണിക്ക് നമ്മൾ കൂടണം. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 15 to 20 പേര് ഉണ്ടാവാറുണ്ട്. റെഗുലർ ആയിട്ട് സൈക്കിൾ ചവിട്ടാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. റെഗുലർ ആയിട്ട് ചവിട്ടണം. പക്ഷേ അത്യാവശ്യം സൈക്കിൾ ചവിട്ടിയിട്ട് ജീവിതത്തിലെ പല മെഡിസിനും ഒഴിവാക്കിയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇത് ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് സൈക്ലേഴ്സ് ക്ലബിലേക്ക് അല്ലെങ്കിൽ സൈക്ലേഴ്സ് തൃശ്ശൂരിലേക്ക് ജോയിൻ ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക? അതായത് ഏതെങ്കിലും ഒരു സൈക്കിൾ, അതായത് സാധാ സൈക്കിൾ, നമുക്ക് ഇങ്ങനെ ഒരു സൈക്കിളുകൾ പോകുന്ന സൈക്കിളായാലും സൈക്കിളായാലും നമ്മള് അതെ ദൈനംദിനം ചവിട്ടുക. ഫീസ് വല്ലതും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല, ഫീസൊന്നുമില്ല. അപ്പൊ ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും കാണാറുണ്ടല്ലോ സൈക്കിളിന്റെ മുകളിൽ. എന്ന് വെച്ചാൽ മിനിമം നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് പാലിക്കാൻ എല്ലാവരോടും പറയാറുണ്ട്. ഹെൽമെറ്റ് നിർബന്ധമാണ്. അതെ, ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ പിന്നെ അതേമാതിരി ലൈറ്റിങ്, ഫ്രണ്ടിലും ബാക്കിലും ലൈറ്റിങ് വേണം എന്നുള്ളത് പറയാറുണ്ട്. അത് നമ്മുടെ ഇതിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്ന ആരാണെങ്കിലും നമ്മൾ ആദ്യം പറയാറുള്ളത് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതെ സൈക്കിൾ ചവിട്ടുക. ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ വരും, നമ്മളൊക്കെ ഒരു എബോവ് 40 ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അറിയാം എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. എബോവ് 40 എന്ന് പറഞ്ഞാൽ നന്നായി, പ്രത്യേകിച്ച് കണ്ടാലറിയില്ല. എന്താണ് ശരിക്കും നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന മാറ്റം സൈക്കിൾ ചവിട്ടുന്നതിലൂടെ? മെയിൻ ആയിട്ട് പറയാൻ നമ്മൾ കാർഡിയോ ആണ്. കാർഡിയോ ആണ് ഏറ്റവും നന്നായിട്ടുള്ള എക്സസൈസ് വരുന്നതായിട്ട്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇതിങ്ങനെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ കാലിയായിട്ട് കിടക്കാൻ സാധ്യത. ജോബി മാഷ് നിങ്ങളുടെ ജൂനിയറാന്ന് പറയുന്നത്, പക്ഷെ ജോബി മാഷ് ഭയങ്കര താല്പര്യത്തോടെ എന്ന് വെച്ചാൽ വന്ന് ജോയിൻ ചെയ്ത് അധികം താമസിയാതെ തന്നെ നമ്മളെ ഗ്രൂപ്പിലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ആള് ഇവിടെ കന്യാകുമാരി വരെ പോയി, പിന്നെ ആൾ കഴിഞ്ഞിട്ട് വേളാങ്കണ്ണിക്ക് പോയി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ആളെ ഒരിക്കലും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ്. മൂന്നാർ പോയി. സൈക്ലിസ്റ്റിനെ കൊണ്ട് രാജ്യത്തിന് ഒരു ഉപകാരം ഇല്ല. ഉപകാരം കാരണം എന്താ വെച്ചാൽ നമുക്ക് ടാക്സ് കൊടുക്കണില്ല, ഫ്യൂവല് കൊടുക്കുന്നില്ല, ഫ്യൂവലിന്റെ അതില്ല. ആരുടെ മുന്നിൽ ഒരു മാതൃകയാണ് നിങ്ങൾ അല്ലേ? ഓഗസ്റ്റ് 15-നാണ് നമ്മൾ വാർഷികം വെക്കാറുണ്ട് എല്ലാ കൊല്ലവും. അപ്പൊ ഈ കൊല്ലം ഈ വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് നമുക്ക് അതൊന്ന് നീട്ടി വെക്കേണ്ടി വന്നു. അപ്പൊ ഞങ്ങൾ ഒരു ഫണ്ട് സ്വരൂപിച്ച് കളക്ടർക്ക് കൈമാറി. അപ്പൊ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഈ നിങ്ങളുടെ കൂടെ സൈക്ലിങ്ങിന് വരുന്ന ഒരാളാണ്. ഇപ്പൊ രസകരമായിട്ടൊരു അനുഭവമാണ്. തൃശ്ശൂർ ജില്ലാ കളക്ടർ ഈ കുജാലിന്റെ കഥ പറഞ്ഞ പോലത്തെ ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട് അതിൽ. എന്ത് ഭാഷ സംഭവിച്ചത്? അന്ന് മാരത്തോണില് കളക്ടർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എസ്കോട്ട് ചെയ്യാൻ ക്ഷീണിച്ചവരും മുഴുവൻ ഞങ്ങൾ എസ്കോട്ട് ചെയ്യേണ്ടായിരുന്നു വളണ്ടിയർ ആയിട്ട്. അപ്പൊ അന്ന് കളക്ടർക്ക് മസിൽ പിടിച്ചിട്ട് ചെറിയൊരു അസോസിയേഷൻ ഉണ്ട്. അപ്പം കളക്ടർക്ക് ഉപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ തൊട്ടടുത്തൊരു വീട്ടിൽ നിന്ന് നമ്മൾ ഉപ്പ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. വീടിന്റെ പരിസ്ഥിതിയോട് ഭാഷ പറയണം. അവിടെ നിന്നപ്പോ എനിക്ക് വീട് വളരെ ചെറിയ 3 സ്ത്രീകൾ മാത്രമുള്ള വീടാണ്. പക്ഷെ അപ്പൊ കളക്ടറോട് അവർ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനെന്ന് പറഞ്ഞപ്പോ കളക്ടർ അതിന്ന് കേട്ട് പിറ്റേ ദിവസം ഞങ്ങൾ പരിഹാരത്തിന് വേണ്ടി ഗൺമാരെ അങ്ങോട്ട് വിട്ട് ചെയ്തു. കളക്ടർ പേരെന്താണ്? അർജുൻ പാണ്ഡ്യ. അപ്പൊ ഒരു സൈക്കിൾ ചവിട്ടുക മാത്രമല്ല, ഒരു കൾച്ചറാണ് ഡെവലപ്പ് ചെയ്യുന്നത്. മാത്രമല്ല ഇവരുടെ ഒരു വാർഷിക കൂട്ടായ്മയില് 5 കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കളക്ടറാണ് അത് കൊടുത്തത്. 5 കുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഈ കൂട്ടായ്മ വലുതാവട്ടെ. കേരളത്തിലുള്ള അല്ലെങ്കിൽ തൃശ്ശൂരിലുള്ള എല്ലാവരും സൈക്കിൾ ചവിട്ടി ആരോഗ്യം സംരക്ഷിക്കുന്നവരാവട്ടെ.